നമസ്കാരം, ഞാൻ ഹരിദാസ് കുത്തിയതോട്. ഹരിതസഞ്ചാര യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 1999 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന സായുധ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച സൈനികരുടെയും യുദ്ധം വിജയിച്ച ഇന്ത്യയുടെയും ഓർമ്മ ദിവസമാണ് ജൂലൈ 26. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഈ വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നു. ഞങ്ങൾ ലേ ലഡാക്കിലേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ്. ഞങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത് പത്തനംതിട്ടയിലെ അടൂരുള്ള നെസ്റ്റ ടൂർ കമ്പനിയാണ്. പുലർച്ചെ 5:30 വിമാനത്തിൽ 12 പേരടങ്ങുന്ന ഞങ്ങളുടെ സംഘത്തെ യാത്രയാക്കുവാൻ കമ്പനിയുടെ എല്ലാവരും തന്നെ കൊച്ചി എയർപോർട്ടിലെത്തിയിരുന്നു. അതിൽ അർഷു എന്ന മിടുക്കനായ ഒരു ഗൈഡാണ് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത്. കൊച്ചിയിൽ നിന്നും ശ്രീനഗറിലേക്ക് നേരിട്ട് വിമാനമില്ലാത്തതിനാൽ ബോംബെയിൽ നിന്നും മറ്റൊരു വിമാനത്തിലാണ് ഞങ്ങൾ ശ്രീനഗറിലെത്തിയത്. അന്നത്തെ ദിവസം ഞങ്ങൾ ഹോട്ടലിൽ താമസിച്ചു. അടുത്ത ദിവസം രാവിലെ ഞങ്ങൾ യാത്ര ആരംഭിച്ചു. യാത്രയിലുടനീളം ഞങ്ങൾ കാശ്മീരിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചു കൊണ്ടേയിരുന്നു. കാശ്മീരിൻ്റെ അജയമായ പ്രകൃതി ഭംഗി ലോകം ചുറ്റി സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു സഞ്ചാരിക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. അതിശയകരമായ പച്ച നിറത്തിലുള്ള ഈ മഞ്ഞ് പുതച്ച ഒത്തിരി സ്ഥലങ്ങളുണ്ട് ഇവിടെ. ആപ്പിൾ തോട്ടങ്ങൾ നിരവധിയാണ്, സബർ ജില്ലകളും. ഇത് പ്രകൃതി സൗന്ദര്യത്തിൻ്റെ ഒരു ഉദാഹരണമാണ്. കാശ്മീരിൽ നമ്മൾ പ്രകൃതിയോട് കൂടുതൽ അടുക്കും തോറും അത് നമ്മുടെ സ്വഭാവത്തെ തന്നെ മാറ്റിമറിക്കുകയും ഉന്മേഷഭരിതരാക്കുകയും ചെയ്യുന്നു. ഭൂമിയിലെ സ്വർഗം എന്നറിയപ്പെടുന്ന കാശ്മീരിലെ മേഘപാളികൾക്കൊപ്പം മനോഹരങ്ങളായ തടാകങ്ങളും മഞ്ഞുമലകളും ഹരിതാഭമായ താഴ്വരകളും ഉള്ള ഇവിടം ഇന്ത്യയിലെ ഏറ്റവും പ്രകൃതി രമണീയമായ സ്ഥലങ്ങളിൽ ഒന്നാണ്. ഈ ഭാഗത്തു നിന്നും വലത്തോട്ട് മാറി 15 കിലോമീറ്റർ ദൂരം ഹിമാലയത്തിലോട്ട് കയറി ചെന്നാൽ അമർനാഥ് ഗുഹാക്ഷേത്രത്തിലെത്താം. താഴെ അമർനാഥിലേക്ക് പോകുന്നതിൻ്റെ ബേസ് ക്യാമ്പായ ബാൽട്ടാളിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. അമർനാഥ് വീഡിയോ പിന്നീട് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് കാർഗിലിലേക്ക് വരാം. 1999 മെയ് മുതൽ ജൂലൈ വരെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന സായുധ പോരാട്ടത്തെയാണ് കാർഗിൽ യുദ്ധം എന്ന് പറയുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 16,500 അടി ഉയരത്തിൽ അതികഠിനമായ മഞ്ഞുകാലത്താണ് യുദ്ധം നടന്നത്. ഇന്നത്തെ തലമുറയ്ക്ക് കാർഗിൽ യുദ്ധം എന്താണെന്നോ അതിലേക്കുണ്ടായ കാരണങ്ങൾ എന്താണെന്നോ ഇതിനെ നയിച്ച ഇന്ത്യൻ സേന അനുഭവിച്ച യാതനകളെക്കുറിച്ചോ ഒന്നും അറിവുണ്ടാകില്ല. കാശ്മീരിൽ നിന്നും ലഡാക്കിലേക്ക് പോകുന്ന ദേശീയപാതയിൽ ശ്രീനഗറിൽ നിന്നും 205 കിലോമീറ്റർ സഞ്ചരിക്കുമ്പോൾ കാർഗിലിൽ എത്താം. ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഈ കൊച്ചു പട്ടണത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഈയൊരു പാതയിലൂടെ പട്ടാളക്കാരുടെ നീക്കങ്ങളും
യുദ്ധോപകരണങ്ങൾ കൊണ്ടുപോകുന്നതും ചരക്ക് ഗതാഗതവും എന്നുവേണ്ട എല്ലാ കാര്യങ്ങളും കാർഗിൽ മലമുകളിൽ ഇരുന്നാൽ ശത്രുക്കൾക്ക് നേരിട്ട് കാണാനാകും. ഒരു ആക്രമണം നടത്തി ദേശീയപാത തകർത്ത് ഇന്ത്യയെ മുൾമുനയിൽ നിർത്തി പ്രതിസന്ധി സൃഷ്ടിച്ച് കാർഗിലും പരിസര പ്രദേശങ്ങളും കൈവശപ്പെടുത്തുകയായിരുന്നു പാക് ലക്ഷ്യം. ഇതിൻ്റെ പ്ലാനിങ് എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം. അതിശൈത്യകാലമാകുമ്പോൾ നിയന്ത്രണ രേഖയ്ക്ക് അപ്പുറവും ഇപ്പുറവുമുള്ള ഇരു സൈന്യങ്ങളും ഒരു പരസ്പര ധാരണയിലും വിശ്വാസത്തിലും താമസിക്കുന്ന ബങ്കറുകൾ ഒഴിഞ്ഞ് അടുത്തുള്ള ബേസ് ക്യാമ്പിലേക്ക് പോകുന്നത് പതിവാണ്. ശൈത്യം കഴിയുമ്പോൾ ഇരു കൂട്ടരും തിരിച്ചെത്തി പൂർവ്വസ്ഥിതിയാവുകയും ചെയ്യും. ഈ ബങ്കർ എന്ന് പറഞ്ഞാൽ മണച്ചാക്കുകൾ കൊണ്ട് നിർമ്മിച്ച ഭിത്തിയും തകരം കൊണ്ട് നിർമ്മിച്ച മേൽക്കൂരയുമുള്ള 6-7 പേർക്ക് വസിക്കാനുള്ള ഒരു ഷെൽട്ടർ, അതാണ് ബങ്കർ. കാർഗിൽ മലനിരകളിൽ 130ഓളം ബങ്കറുകളുണ്ട്. വിശ്വാസത്തിലും സൗഹൃദത്തിലും ഇരുന്ന് പാകിസ്ഥാൻ നമ്മളോട് ചെയ്ത ഒരു ചതിയും വഞ്ചനയുമാണ് പിന്നീട് നടന്നത്. പരസ്പര ധാരണയിൽ പിരിഞ്ഞുപോയ പാക് സൈന്യം ദിവസങ്ങൾ കഴിഞ്ഞ് തിരികെ വന്ന് ഇന്ത്യൻ ബങ്കറുകളിൽ ഗൂഢലക്ഷ്യത്തോടെ തമ്പടിക്കുകയായിരുന്നു. കൂട്ടം തെറ്റിപ്പോയ 2 യാക്കുകളെ അന്വേഷിച്ചു പോയ പരിസരവാസികളായ യാക്കിടയന്മാരാണ് മലമുകളിൽ പാകിസ്ഥാൻ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് താഴെ പട്ടാളത്തെ അറിയിക്കുന്നത്. അത് പരിശോധിക്കാനായി ഒരു ചെറു സംഘമാണ് അന്വേഷിക്കാൻ പോയത്. കരുതിക്കൂട്ടി തയ്യാറെടുത്തിരുന്ന പാകിസ്ഥാൻ്റെ ഒരു ചക്രവ്യൂഹത്തിലേക്കാണ് നമ്മുടെ സൈനികർ അറിയാതെ ചെന്ന് കയറിയത്. അവിടെ മാക്സിമം പൊരുതി നിന്നു നമ്മുടെ സൈനികർ. ഒടുവിൽ അവരെ പാക് സൈന്യം നിഷ്കരണം കൊലപ്പെടുത്തുകയായിരുന്നു. മൃതദേഹത്തിൽ നിന്ന് കണ്ണുകൾ ചൂർന്നെടുക്കുകയും പല്ലുകൾ ഇടിച്ചു തകർക്കുകയും അസ്ഥികൾ ഇഞ്ചിഞ്ചായി തല്ലി നുറുക്കുകയും ചെയ്തു. ഈ നീചകൃത്യത്തിന് ശേഷം മൃതശരീരം വലിച്ചെറിയുകയായിരുന്നു. ഇവിടെ നിന്നുമാണ് കാർഗിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത്. 30,000 സൈനികർ നേരിട്ടും 2 ലക്ഷം സൈനികർ പരോക്ഷമായും പങ്കെടുത്ത യുദ്ധത്തിൽ ആധുനിക വിമാനങ്ങൾ, ബോഫോഴ്സ് തോക്കുകളും മറ്റനേകം വെടിക്കോപ്പുകളും ഇതിനുവേണ്ടി ഉപയോഗിച്ചു. ഒടുവിൽ ഓപ്പറേഷൻ വിജയ് ദിവസ് എന്ന നാമകരണത്തോടെ നമ്മൾ യുദ്ധം ജയിക്കുകയായിരുന്നു. 527 സൈനിക സഹോദരങ്ങളെയാണ് അന്ന് നമുക്ക് നഷ്ടപ്പെട്ടത്. നമ്മളിവിടെ സുഖമായി ജീവിതം നയിക്കുമ്പോൾ നാം ഓരോരുത്തർക്കും വേണ്ടി നമ്മുടെ സൈനിക സഹോദരങ്ങൾ ജീവൻ ബലികൊടുക്കുകയായിരുന്നു. വീരമൃത്യു വരിച്ച സൈനികരോടുള്ള സ്മരണയ്ക്കായിട്ട് ഇന്ത്യൻ മിലിറ്ററി നിർമ്മിച്ച കാർഗിൽ വാർ മെമ്മോറിയൽ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ സ്മാരകത്തിൽ 527 പേരുടെയും ശിലാഫലകങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഓരോരുത്തരുടെയും പേര്, നാട്, വീരമൃത്യു വരിക്കുമ്പോൾ അവരുടെ പ്രായം, പിന്നെ ഒരു ത്രിവർണ പതാകയും. യാന്ത്രികമായിട്ടാണ് ഇതിനുള്ളിൽ കൂടെ നടന്ന് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തത്. ഹൃദയം തകരുന്ന കാഴ്ച. പൊലിഞ്ഞുപോയ ജീവനുകളുടെ ദീനരോധനം പോലും എൻ്റെ കാതിലേക്ക് അലയടിക്കുന്നതായി തോന്നിപ്പോയി. കുറച്ചു നേരം ഞാനും എൻ്റെ ഭാര്യയും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞങ്ങൾ മടങ്ങുകയാണ്.
കാർഗിൽ മെമ്മോറിയൽ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുമെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായി നമുക്ക് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.